ഒരു 3 ഡേയ്സിലൊക്കെ നടന്നിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. നമ്മുടെ രാജാവ് സ്ഥാനത്തിൽ കയറിയിട്ട് ഇപ്പം ഏകദേശം 5 വർഷമായിട്ടോ. അപ്പോൾ നമ്മൾ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈവനിങ് മുതലാണ് ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഹെന്നൂബിനൊന്ന് മാറ്റിച്ച് ഒന്ന് മേക്കപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുറേ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിനും ഇവള് എന്താ പറയുക, ഒന്ന് മുടി വാർന്ന് കിട്ടാനോ അല്ലെങ്കിൽ ഒന്ന് ക്ലിപ്പ് വെക്കാനോ ഒന്നും പറ്റൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. തനൂസിനെ പോലെ ഒന്നല്ല. ഒരു 5 മണിക്ക് തന്നെ നമ്മൾ അൽക്കൂദ് ഡാമിൻ്റെ ഭാഗത്ത് എത്തണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ടേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫയർ വർക്ക്സ് അവിടെ എല്ലാം നടന്നതെന്ന് തോന്നുന്നു. ആ സൈഡ് പൊട്ടുന്നു, ഇവിടെ വലിയ കണക്ഷൻ കൊടുക്കണം അങ്ങോട്ടേക്ക്. ഒരുപാട് പേര് അവിടെ നമ്മളെപ്പോലെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ തന്നെ ആയിരിക്കും പൊട്ടുക, നമുക്ക് നേരിട്ട് കാണാമെന്ന് വിചാരിച്ച് നമ്മളെപ്പോലെ വന്ന് കുറേ പേരുണ്ടായിരുന്നു. ഏതായാലും വന്നതല്ലേ വിചാരിച്ചിട്ട് എല്ലാം കണ്ടു തീർത്ത് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ദൂരം നിന്നായാലും ഞങ്ങൾ അത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല നല്ല അടിപൊളി വെറൈറ്റീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഡൊമിനോസ് കയറി ജസ്റ്റ് ഒന്ന് പിസ്സ കഴിക്കാമെന്ന് കരുതി കയറിയതാണ്. കുട്ടികൾ ഭയങ്കര അലമ്പാണ്. നമുക്ക് ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊന്നും കയറി ഇപ്പം പണ്ടത്തെ പോലെ ഇരുന്ന് കഴിക്കാനൊന്നും കഴിയാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ. നമ്മളെ ഉമ്മമാരൊക്കെ പറയാറില്ലേ, കണ്ണമ്മ കൊണ്ട് നടക്കേണ്ട പ്രായമാണ് ഇപ്പം. ചെറുതിനെ കണ്ണമ്മ കൊണ്ട് നടക്കേണ്ട പ്രായം. ഈ വക്കത്ത് കൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. പേടിയാണ്. താഴേക്ക് നോക്കിയാൽ ആഴുണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾ ബാക്കൊക്കെ അടിച്ച് ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇരിക്കുന്ന സ്ഥലം കൊണ്ടായി കഴിഞ്ഞാൽ താഴേക്ക് വീഴുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. രണ്ടിനോളം കുഞ്ഞുങ്ങൾക്കുള്ള കുറേ ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങളിത് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇതൊക്കെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിതാ ഐനൂസിന് നല്ല രീതിയിൽ ഒന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഐനൂസിന് മേടിച്ചിട്ടുള്ളൊരു അടിപൊളി കോഡ് സെറ്റ് എന്നൊക്കെ പറയാം. അടിപൊളി സാധനമാണ്. പക്ഷേ ഇതിൻ്റെ സൈസ് ഭയങ്കര കൂടുതലായിരുന്നു. എന്തൊരു ക്വാളിറ്റി! ഇത് ഭയങ്കര വിലക്കുറവിന് മേടിച്ചതാണ് ഞാൻ. ഇത് സൂപ്പർ ക്വാളിറ്റി കേട്ടോ. അതൊന്നും ഇത് വലിയ കുട്ടികൾക്കാണ് വന്നത്. നമ്മുടെ ഹെന്നൂന് പറ്റും. ഞാനിപ്പോൾ ഐനൂസിന് മേടിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ എന്നൂബിക്ക് പറ്റിയ സൈസാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ സൈസ് വളരെ കുറഞ്ഞ രീതിയിൽ എടുക്കാൻ നോക്കട്ടോ. ഇത് ഞാനിവിടെ തണുപ്പൊക്കെ അല്ലേ കുട്ടിക്ക് നമുക്ക് നൈറ്റ് വെയർ ആയിട്ട് എടുക്കാം. നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര സോഫ്റ്റ് തുണിയാണ്. അപ്പം ഞാനിത് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷേ എല്ലാ സൈസ് വളരെ കൂടുതലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേയൊക്കെ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കൊടുക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് ഹെന്നൂബിക്കനായിട്ട് അങ്ങ് വെച്ചു. ഒമാൻ UAE ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ട്രെൻഡ്യോളിൽ നിന്ന് എൻ്റെ ലിങ്ക് വെച്ചിട്ട് മേടിക്കാം കേട്ടോ. അപ്പോൾ ബീബ YT എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ തന്നെ നിങ്ങൾ ആ ഒരു കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫറിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കാരണം ഞാൻ മേടിച്ചതൊക്കെ ഇത് 2 റിയാൽ. ആ 3 സെറ്റ് ഉണ്ടല്ലോ അതിനാകെ 3 റിയാലായിട്ടുള്ളൂ. അത്രയും ക്വാളിറ്റി അത്രയും വിലക്കുറവിനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുള്ളൂ. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റിൽ പിൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതിലിട്ടിരിക്കുന്ന എൻ്റെ ഈ ഡ്രസ്സൊക്കെ ഞാൻ ട്രെൻഡ്യോളിൽ നിന്ന് മേടിച്ചത് തന്നെയാണ്. ഇതിൻ്റെ ബ്ലൂ റെഡ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ആകെ മേടിച്ചത് 3 റിയാലിനാണ്. പിന്നെ നിങ്ങൾ എൻ്റെ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും വളരെ വില കുറഞ്ഞ രീതിയിലായിരിക്കും കിട്ടുക. ഒമാനിൽ റിയാൽ ബേസിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. കുറേ ആൾക്കാർ സൗദിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്ര റിയാലാകുന്നുണ്ടെന്നൊക്കെ അവരുടെ കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഒമാൻ്റെ റിയാലാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളിയാണ്. ഭയങ്കര സ്റ്റാൻഡേർഡാണ്. ഒരു വെറൈറ്റി ലുക്കാണ്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ നോക്കുന്നത് ഏതാ മോഡൽ വിചാരിച്ച് നോക്കും. കാരണം ആ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ വേറെ തന്നെ ഡിസൈനാണ്. എവിടെയും കണ്ട് പരിചയമുള്ള ഒരു ഡിസൈനല്ല. അപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫീഡിങ്ങിനൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആണ്. നമ്മുടെ നെക്കിൻ്റെ അവിടെ വേറെ ഒരു ഡിസൈനായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് ഇടാറുള്ളത്, ഈ 2 ഐറ്റം. അതുപോലെ തന്നെ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത കൂട്ടത്തിലുള്ള വേറൊരു ജാക്കറ്റ് ടൈപ്പാണ് ഇത് കേട്ടോ. അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്കിലൂടെ ഒന്ന് കയറിയിട്ട് മേടിക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എന്തിനാണെന്നറിയില്ല ഹെന്നു ഇങ്ങനെ നീട്ടിയിരിക്കുന്നത്. താത്ത ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ട് സ്കൂൾക്ക് പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ചെറിയൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ താത്ത പോവാന്ന് മനസ്സിലാക്കിയിട്ട് ആൾ വേഗം എഴുന്നേറ്റ് വരും. അപ്പം ഞാൻ ഇപ്രാവശ്യം അവൾക്ക് ഉപ്പുമാവായിരുന്നു കൊടുത്തിട്ടുള്ളത്. അപ്പം ബാക്കി ഞാനങ്ങ് കഴിച്ചിട്ട് ചിലപ്പം നമുക്ക് ഐനൂസ് ഇപ്പോൾ എഴുന്നേക്കും. ആ ഒരു സമയം വരെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഞാനിതാ ഈ ഒരു റൂമിലിരുന്ന് ഇങ്ങനെ കഴിക്കാറുണ്ട് ഭക്ഷണമൊക്കെ.
കുറച്ചൊരു സമയം എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ആകെ കിട്ടുന്നത് ഈ ഒരു ടൈമാണ്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരമൊക്കെ, ജനലൊക്കെ തുറന്നിട്ട്. തനൂസിനെ പറഞ്ഞേക്കുന്ന ഒരു സമയത്താണ് ഞാൻ അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാറുള്ളത്. ടാറ്റ ടാറ്റ ബൈ ബൈ. വലൈക്കും സലാം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹെന്നൂസിനെ എന്തായാലും തനൂസിനെ സ്കൂളിലാക്കിയേ പറ്റൂ. അഥവാ ഇനി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി പിന്നെ ഐനൂസിനും കൂടെ എഴുന്നേൽപ്പിക്കും. അതിൽ നല്ലത് ഓളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഐനൂസിൻ്റെ 1 year oldൻ്റെ ഒരു കുത്തിവെപ്പുണ്ട്. നമുക്ക് മെയിലായിട്ടും മെസ്സേജായിട്ടും ഇവിടുത്തെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വന്നതാണ്. ഈ കമോൺ ആക്ഷൻ എന്തിനാണെന്നറിയോ, ഞാനിതാ ചോമ്പരമ്മലിൽ പിടിച്ച് നിൽക്കാൻ പോകണേ, എന്നെ ടേക്ക് കെയർ ചെയ്തോന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല കോഡ് ഭാഷയായിട്ട് അവൾക്കുള്ളത്. മറ്റുള്ളവരെ പോലെ ഒന്നല്ല കേട്ടോ, ഇവളെ ആള് വേറൊരു ടൈപ്പാണ്. ഹൈറ്റൊക്കെ ഒന്ന് മുകളിലേക്ക് നോക്കും, പിന്നെ താഴത്തേക്കൊന്ന് നോക്കും, എത്ര ഞാൻ വീണ് കഴിഞ്ഞാൽ എനിക്ക് സംഭവിക്കുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ ആള് മക്കളുടെ പരിപാടിക്ക് പോവുള്ളൂ. പിന്നെ ഈ എഡ്ജസിലൂടെ ഭയങ്കര ഇഷ്ടമാണ് മുന്നോട്ട് പോകാൻ, ഭയങ്കര ഓടിക്കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, ചെറിയ രീതിയിൽ തലയൊന്നോടെ മുട്ടിയപ്പോൾ വേദന, ഇപ്പോൾ വീണ്ടും മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ ഈ വേദന വന്നത് എന്നൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ ഈ ഒരു പ്രായമാകുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പല അഭ്യാസങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ. പിന്നെ ഈ ഒരു വക്കത്ത് കൂടെ ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എന്താ പറയുക, എന്തൊരു നമ്മൾ പിടിക്കാൻ വരികയാണെങ്കിൽ ഭയങ്കര സ്പീഡാണ്. നമ്മൾ ഓടേണ്ടി വരും, എപ്പോഴാണ് എല്ലാം ഇട്ടെറിഞ്ഞ് ഓടേണ്ടി വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കളിയാണ്. ശരിക്കും കണ്ണുമ്മ തന്നെ കൊണ്ടു നടക്കണം. പ്രായമായവരൊക്കെ പറയാറില്ലേ, ഈ കണ്ണുമ്മ കൊണ്ടു നടക്കേണ്ട പ്രായമാണ്, ഇതാണ് പ്രായം, ഇതാണ് ആ പ്രായം. ഇതൊക്കെ തിന്നാനുള്ള പരിപാടി. നമ്മളിത് അൽക്കൂത് ഈ ഭാഗത്തുള്ള ഏരിയയിലാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ 3.5 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 വയസ്സായി, അതിൻ്റെ കുത്തിവെപ്പാണ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ പനിയും ജലദോഷമൊക്കെ ആയിട്ട് നമ്മളും ബിസി ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇവിടെ ഇവരുടെ ഹൈറ്റും ഇതൊക്കെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ള അലോഡൊന്നും അല്ല കേട്ടോ, ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തതാണ്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനി സ്വെല്ലിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല, വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സൈഡിലുമാണ് കുത്തിയിട്ടുള്ളത്. അങ്ങനെ കുട്ടികളുടെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം ഇത്താത്ത വരാറായിട്ടുണ്ട്. അപ്പം ഞാനിതാ ഈ റൂമിൽ കൂടെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫാസിക്കാനെയും പിന്നെ തനൂസ് വരുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 പേരും കൂടെ വെയിറ്റ് ചെയ്യും. തനൂസിനത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, നമുക്ക് ഭയങ്കര രസമാണ്. മൂത്ത താത്തനെ ഇങ്ങനെ വരുന്നതൊക്കെ കാത്തിരിക്കുക 2 പേരും. നല്ല രസമാണല്ലോ, കുറേ കഴിഞ്ഞതൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ലൊരു മൊമെൻറ്റ്സും ആയിരിക്കും. ഇതാക്കിക്കാളാ ഹെന്നൂനെയാണ് ഇതാക്കണ്ടേ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കിച്ചണിൽ കയറി. അപ്പോൾ ഇയാൾക്ക് കിച്ചണിലൂടെയുള്ള എല്ലാ തരികളും പെറുക്കി തിന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സീബിൽ പോയ സമയത്ത് നല്ല നത്തൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് കേട്ടോ. അപ്പോൾ നത്തൽ കറിയും നത്തൽ പൊരിച്ചതുമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊരു 2 ഡേ എന്നൊക്കെ പറയാം, 2 ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇൻഷാ അല്ലാഹ്
നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.